ജേർണലിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ വാഷി ടേപ്പ്. ഇന്ന് നമുക്ക് വാഷി ടേപ്പ് ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഒരു ബോണ്ട് പേപ്പർ എടുത്ത് റാൻഡംലി വരച്ചു കൊടുക്കാം കേട്ടോ. മെഷർമെൻറ്റ്സ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല, ഇഷ്ടമുള്ളതുപോലെ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഈ വരയിലൂടെ കട്ട് ചെയ്ത് എടുത്താൽ ഇതുപോലെ കിട്ടും. ഓരോ പേപ്പർ സ്ലിപ്പ് എടുത്തിട്ട് അതിലേക്ക് പെയിൻ്റ് അടിച്ചു കൊടുക്കാം കേട്ടോ. അക്രൈലിക് പെയിൻറ്റും വാട്ടർ കളറും യൂസ് ചെയ്യാം. ഞാനിവിടെ വാട്ടർ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ കളർ അടിച്ചുകൊണ്ടിരിക്കാൻ ഒരു രസമൊക്കെ ഉണ്ട്. ഈ ജേർണലിങ്ങും സ്ക്രാപ്പ് ബുക്കും ഒക്കെ ചെയ്യുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട പരിപാടിയായിരിക്കും ഇത്. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് വരച്ച് ചെയ്യുമ്പോൾ അതിനൊരു രസമൊക്കെ ഉണ്ടല്ലോ. ഇനി ഓരോന്നിലും ഓരോ ഡിസൈൻ വരച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ വരക്കുന്നത് ചെറിയാണ്. റെഡ് സ്കെച്ച് പെൻ കൊണ്ട് ചുമ്മാ വട്ടം വട്ടം വരച്ച് പിന്നെ ഗ്രീൻ വെച്ച് ഇതുപോലെ ഇല പോലെയും കൊടുത്താൽ മതി. അടുത്തത് ലൈറ്റ് ബ്ലൂവിൽ ഡാർക്ക് ബ്ലൂ വെച്ചിട്ട് ചെക്സ് വരച്ചു കൊടുക്കാം. പിന്നെ ഗ്രീനിൽ പിങ്ക് ഹാർട്ട് ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിങ്കിൽ പൂവാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. മഞ്ഞ ഡോട്ടും ചുറ്റും റെഡും ഉള്ള പൂവ്. പിന്നെ ഈ പാറ്റേൺസൊക്കെ വരച്ചു കൊടുക്കാം. ഇതൊരു ചുമ്മാ ഇങ്ങനെ കുത്തി വരയ്ക്കുന്നത് പോലത്തെ ഒരു പാറ്റേൺ ആണ്. അടുത്തത് വിൻറ്റേജ് സ്റ്റൈലാണ്. അപ്പോൾ അത് ഓറഞ്ചിൽ ചുമ്മാ സെമി സർക്കിൾസൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തത് കോഫി ബ്രൗൺ കളറിൽ ബ്ലാക്ക് പെൻ യൂസ് ചെയ്ത് എഴുതുന്ന പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ വാഷി ടേപ്പ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചുറ്റി വെക്കണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ബോണ്ട് പേപ്പർ എടുത്ത് ഇതുപോലെ റൗണ്ടായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അതിലേക്ക് വാഷി ടേപ്പും ചുറ്റി ഒരു സ്ട്രിപ്പും ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഷി ടേപ്പ് റെഡി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.